ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണ്, സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ ആരംഭിക്കാം. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സിബി വർഗീസ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നാം കേട്ട വചനം അത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായം 3-ാം വാക്യമായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ വചനം നിങ്ങൾ ഒരിക്കൽ കൂടി എടുത്ത് പഠിക്കണം. അതായത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും. ഇന്ന് നാം കേൾക്കുന്ന, നിങ്ങൾ ഓർക്കണം, ഇന്നത്തെ ദിവസം 220-ാമത്തെ, അതായത് 2025-ൻ്റെ 220-ാമത്തെ ദിവസമാണ്. 220 ദിവസം 2025-ൽ കടന്നുപോയി നമ്മുടെ ജീവിതത്തിൽ നിന്ന്. എത്ര വർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയി, എത്ര ദിവസങ്ങൾ കടന്നുപോയി. ഇനി ഈ 2025-ൽ വളരെ ചുരുങ്ങിയ ദിവസം, ഡിസംബർ 31 ആകുമ്പോൾ എത്ര ദിവസമുണ്ട്? ഡിസംബർ 31 വരെ, അല്ലേ? വളരെ ചുരുങ്ങിയ ദിവസം. നമ്മുടെ ജീവിതത്തിന് ഇനി എത്ര നാളുകളുണ്ട് നമുക്കറിയില്ല. അതുകൊണ്ട് തമ്പുരാനോട് ചേർന്നിരിക്കാൻ, യേശു തമ്പുരാനോടും ദൈവത്തോടും ചേർന്നിരിക്കാനായിട്ട് നമുക്കൊരാഗ്രഹം ഉണ്ടാകട്ടെ. യേശുവോടൊപ്പം ജീവിക്കാനായിട്ടൊരാഗ്രഹം ഉണ്ടാകട്ടെ. ഇന്നത്തെ വചനം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ നിന്നാണ്. 3 ലേഖനങ്ങളുണ്ട്. അതിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം. അതിങ്ങനെയാണ് പറയുന്നത്: ആദ്യം മുതൽ ഉണ്ടായിരുന്നതും, അതൊരു ടെസ്റ്റിമണിയാണ്. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും, ഞങ്ങൾ കേട്ടതും, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും, സൂക്ഷിച്ച് വീക്ഷിച്ചതും, കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. What we have heard, what we have seen, what we have touched with our hands. അത് നമ്മുടെ ശിഷ്യന്മാർ അന്ന് കണ്ട, അന്ന് കേട്ട, കൈകൊണ്ട് സ്പർശിച്ച ആ ജീവൻ്റെ വചനം, അവർക്ക് കിട്ടിയ ഭാഗ്യം ഇന്ന് എനിക്കും നിങ്ങൾക്കുമൊക്കെ കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണ്? വിശുദ്ധ കുർബാനയിലൂടെ. ഞാനൊരു കുഞ്ഞ് സാക്ഷ്യം കേട്ടത്, വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ഒരു സാക്ഷ്യം ഞാൻ ഓർക്കുകയാണ്. അത് നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഒരമ്മ തൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബ്രദറിൻ്റെ അടുക്കൽ, ഒരു സഹോദരൻ്റെ അടുക്കൽ ചെന്നു. ആ സഹോദരൻ അമ്മയോട് പറഞ്ഞ വാക്കുകളാണ്: അമ്മച്ചി രാവിലെ കുർബാനയ്ക്ക് പോയതല്ലേ? എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതല്ലേ? അമ്മച്ചി പറഞ്ഞു, അതെ. അങ്ങനെയാണെങ്കിൽ അമ്മച്ചി നാവിൽ സ്വീകരിച്ച ആ വിശുദ്ധ കുർബാന അമ്മച്ചിയുടെ നാവിൽ നിന്ന് ശരീരത്തിലേക്ക് ഇറങ്ങി, ബ്ലഡിലലിഞ്ഞ് ഓരോ നാഡീ വ്യൂഹങ്ങളിലൂടെയും സഞ്ചരിച്ച് അമ്മയുടെ കൈവിരൽ തുമ്പിൽ പോലും ഉണ്ട്. അമ്മ ആ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ മതി. കാരണം അമ്മയുടെ വിരൽ തുമ്പിലുണ്ട് ഈശോ. അമ്മ ആ വിശ്വാസത്താൽ, അത് കേട്ട വിശ്വാസത്താൽ അമ്മ പോയി ആ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ കുഞ്ഞ് സൗഖ്യപ്പെട്ടു എന്ന് ഈ അമ്മ സാക്ഷ്യം കേട്ട, വർഷങ്ങൾക്ക് മുമ്പ് കേട്ട കാര്യം ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം കണ്ട, അതായത് ജീവൻ്റെ അപ്പം ഭക്ഷിക്കുമ്പോൾ ആ ഈശോ നമ്മിലൂടെ നാം ടച്ച് ചെയ്യുകയാണ്, നാം സ്പർശിക്കുകയാണ്, നമ്മിലൂടെ സഞ്ചരിക്കുകയാണ്, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അലിയുകയാണ്, നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞ് നമ്മുടെ ശരീരത്തിൽ ആകമാനം സഞ്ചരിക്കുകയാണ്. അപ്പോൾ എത്ര വിശുദ്ധിയോടെ നാം ജീവിക്കണം, തിന്മ ചെയ്യാതെ നമ്മുടെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കണം. കാരണം യേശു തമ്പുരാൻ നമ്മോട് കൂടെയുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ആകമാനം നിറയുകയാണ്. ആ ഈശോയോടൊപ്പം കൈകൊണ്ട് സ്പർശിച്ച, നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട, ആദ്യമുണ്ടായിരുന്ന ആ വചനത്തെ മുറുകെ പിടിക്കാനായിട്ട് ആഗ്രഹിക്കാം. നിങ്ങൾ ഓരോരുത്തരും ഈ വിശ്വാസത്തോടെ നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ഒന്ന് പങ്കെടുത്ത്, അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും എൻ്റെ വിരൽത്തുമ്പിൽ പോലും യേശുവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒന്ന് പ്രവർത്തിച്ച് ഇന്നത്തെ ദിവസം ഒന്ന് മുന്നോട്ട് കൊണ്ടുവയ്ക്കുക. ഈശോ അനുഗ്രഹിക്കും. ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ.